ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തിയായ ടേസ്റ്റിയായ ഒരു റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള അയൺ റിച്ച് ആയ പാലക് ചീര കൊണ്ട് നാടൻ രീതിയിൽ വളരെ രുചികരമായ ഒരു കൂട്ടാൻ ഉണ്ടാക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുതേ. അപ്പോൾ എങ്ങനെയാണ് പരിപ്പും പാലക് ചീരയും ഉപയോഗിച്ച് നാടൻ രീതിയിലുള്ള രുചികരമായ ഒഴിച്ചുകറി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഇതാണ് പാലക് ചീര. ഇത് ഒരു കെട്ടാണ്. ഒരു കെട്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതുകൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം. ഇതിൽ നിറയെ മണ്ണുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് വരാം. പാലക്ക് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് അരിഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാനുണ്ട്. ഈ കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. സാധാരണത്തെ പരിപ്പാണ്, സാമ്പാർ വയ്ക്കാനൊക്കെ എടുക്കുന്ന പരിപ്പ്, തുവരപ്പരിപ്പ്. അതാണ് ഞാൻ ഈ കറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്തിയിടാം. പാലക്ക് അരിയുന്ന അത്രയും സമയം കൊണ്ട് ഈ പരിപ്പൊന്ന് കുതിർന്ന് കിട്ടും. 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഒന്നിങ്ങനെ കുതിർത്തിയിട്ടാൽ മതി. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് പാലക്ക് അരിഞ്ഞെടുക്കാം. പാലക്ക് അരിഞ്ഞെടുത്തു. ഇതുപോലെ നമ്മൾ സാധാരണ ചീര അരിയില്ലേ, അതേപോലെ തന്നെയാണ് ഇത് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ. ഒരു കുക്കർ എടുത്തു. കുക്കറിലേക്ക് കഴുകിയ പരിപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമുള്ളത്ര മുളക് പൊടി. ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്. ഇലക്കറികളിൽ ഉപ്പിടുമ്പോൾ എപ്പോഴും സൂക്ഷിച്ചിടണം കേട്ടോ. ഇല കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നും, പക്ഷെ അത് വെന്ത് കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഉപ്പിടുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ച് 2-3 വിസിലടുപ്പിക്കാം. പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് നാളികേരം ചിരകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് അരയ്ക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ജീരകം ഒഴിവാക്കാം. നാളികേരം മാത്രം അരച്ചെടുത്താൽ മതി. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. നാളികേരം നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് വെച്ചു. ഇനി കുക്കർ തുറന്ന് നോക്കാം. പരിപ്പൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കുക്കർ വീണ്ടും അടുപ്പത്തേക്ക് വെക്കാം. കുക്കർ അടുപ്പത്ത് വെച്ചു. ദേ കറി തിളച്ചു തുടങ്ങി. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്ക് ഇട്ട് കൊടുക്കാം. പാലക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പാലക്ക് കുറേ ഉണ്ടെന്ന് തോന്നിയാലും ഇത് വെന്ത് വരുമ്പോൾ നന്നായിട്ട് ചുരുങ്ങി പോകും കേട്ടോ. ഇലകളൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അരിഞ്ഞു വയ്ക്കുമ്പോൾ നല്ലോണം ഉണ്ടാവും, പക്ഷേ നമ്മൾ വേവിച്ച് വരുമ്പോൾ അത് വളരെ കുറച്ചേ കാണുള്ളൂ. പിന്നെ പാലക്കിൽ ധാരാളം വെള്ളമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. പാലക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ വെള്ളം ഒട്ടും ഒഴിച്ചു കൊടുത്തിട്ടില്ല. നേരത്തെ പരിപ്പ് വേവിക്കാൻ എടുത്ത വെള്ളം മാത്രമേ പതിരുള്ളൂ. പാലക്കിൽ ധാരാളം വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ഇനി ഇത് കുറച്ച് സമയം വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കറി തിളച്ച് തുടങ്ങിയ 2-3 മിനിറ്റ് മതി. പാലക്ക് 2-3 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. കറി നന്നായിട്ട് തിളച്ചു. 3-4 മിനിറ്റ് ഇത് നന്നായിട്ട് തിളപ്പിച്ചു. അതുകൊണ്ട് തന്നെ പാലക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച നാളികേരം ഒഴിച്ചു കൊടുക്കണം. നാളികേരം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. നാളികേരം ഒന്ന് വെന്ത് കിട്ടണം, അത്രേ വേണ്ടു. ഇതൊരുപാട് വെള്ളം പോലെ വെക്കരുത് കേട്ടോ. കുറച്ച് കട്ടിക്കൂട്ടാനായിട്ട് തന്നെ വെക്കണം. നാളികേരം ചേർത്തിട്ട് കറി നന്നായി തിളച്ചു. നാളികേരവും ഈ പാലച്ചീരയും എല്ലാം നന്നായി വെന്തിട്ടുണ്ട്.
ഇനി കറി അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി ഇത് വറുത്തിടണം. വറുത്തിടാൻ ഇതിലേക്ക് ഉള്ളി മൂപ്പിക്കുകയാണ് ചെയ്യുക കേട്ടോ. ചുവന്നുള്ളി കുറച്ച് നന്നായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്ത് അത് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ചേർക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. ഇനി ചെറിയൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഇത് നാടൻ കൂട്ടാനായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു പിടി ചുവന്നുള്ളി അരിഞ്ഞത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് കറി എടുത്തിട്ട് ആ തവിയിലേക്ക് ഒഴിക്കും. എന്നിട്ടത് ഇതിലേക്ക് തന്നെ ഒഴിച്ചു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല ടേസ്റ്റിയായ ഹെൽത്തിയായ പാലക് പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാടൻ രീതിയിലുള്ള പാലക് പരിപ്പ് കറി. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. അതിനുശേഷം സെർവ് ചെയ്യാം. കറി അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇതേ നമ്മൾ ഉണ്ടാക്കിയതിനേക്കാൾ കുറച്ചുകൂടി തിക്കായിട്ടുണ്ട് ഈ കറി. ഇനി ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.